നമ്മളപ്പോൾ രാവിലെ തന്നെ അന്ന് ജോബിൻ ചേട്ടൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് ചെടിയൊക്കെ നട്ട് വയ്ക്കുകയാണ്. ഇതിപ്പം ഞാൻ മിൻ്റാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. മിൻ്റ് നല്ല രസമുണ്ട്, അങ്ങ് ചായക്ക് അതൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ്. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ചട്നി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചമ്മന്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അമ്മാമ്മ വിളിച്ചത്. രൂപക്കൂടെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ കസേരയുടെ ഒക്കെ പൊക്കത്ത് കയറി നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് തിരിച്ച് രൂപങ്ങളൊക്കെ തിരിച്ചു വെച്ചു. അമ്മാമ്മ അതിൻ്റെ ഇടയ്ക്ക് കുർബാന കണ്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി കഴിച്ചു. നല്ല ഇഡ്ഡലി, നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോബിൻ ചേട്ടൻ്റെ കൂടെ ഇന്ന് അടുത്ത പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ നമ്മളൊരു ബേക്കറി കയറിയപ്പോഴാണ് അവിടെ വെറൈറ്റി ആയിട്ടൊരു കാഴ്ച കണ്ടത്. ബേക്കറി പലഹാരങ്ങളുടെ കൂടെ കാറുകളിരിക്കും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നമ്മൾ ഗാന്ധിജി പണ്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. വൈക്കത്താണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ വൈക്കത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച അശ്വതിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ കൂടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇല വന്നു, നല്ല വലിയ ഇലയായിരുന്നു. അപ്പോൾ ആദ്യം ജിലേബി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ആദ്യം ജിലേബി കിട്ടിയത് കേട്ടോ. അപ്പോൾ ജിലേബി, പിന്നെ ഉപ്പേരി, അതൊക്കെ ഞാൻ ആദ്യമേ കഴിച്ച് തീർത്തു. അതിനുശേഷം കറികൾ വന്നു, ചോറ് വന്നു, പരിപ്പ് കറി വന്നു, സാമ്പാർ വന്നു. ഞാനെല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ പായസം വന്നു, പായസവും പപ്പടം കൂട്ടി കഴിച്ചു. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ആൾക്കാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയേക്കുന്നത് വൈക്കത്തെ ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ നല്ല രസമുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണിത്. അത് അവിടെ വൈക്കത്താണ് ആദ്യമായിട്ട് വന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ ബസ് പോലെ കാണുന്ന ഈ കടയിൽ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജങ്കാർ വന്നു. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, തിരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ എത്ര ബോട്ടിൽ എന്തോരം ആൾക്കാരാണെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഈ സൺഡേ തന്നെ എന്തോരം ആൾക്കാരാണ്, എല്ലാവരും തിരക്കിലാണ്, തിരക്ക് പിടിച്ച ലൈഫാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കും ഒരു ചെറിയ റിലാക്സേഷന് വേണ്ടി നമ്മളിവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കി. എല്ലാവരും തിരക്ക് പിടിച്ച ലൈഫിലാണ്, നമ്മളും അതെ. ഞാനും അങ്ങനെ എൻ്റെ തിരക്ക് പിടിച്ച ലൈഫിലേക്ക് തിരിച്ച് ജോബിൻ ചേട്ടൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ താങ്ക് യു.